തിരുവനന്തപുരം രാജാജി നഗറിലെ ചുവരുകളിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കുമൊപ്പം മറ്റൊരു ഫുട്ബോൾ താരം കൂടിയുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ കളിച്ചു വളർന്ന് ഇന്ത്യൻ കുപ്പായമണിഞ്ഞ MS ശ്രീകുട്ടൻ എന്ന താരത്തിൻ്റേത്. ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ശ്രീകുട്ടൻ അണ്ടർ-23 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. തിരുവനന്തപുരം ചെങ്കൽച്ചുള്ളിൽ നിന്നുമാണ് ക്രിക്കറ്റും ഫുട്ബോളും അത്രമേൽ നെഞ്ചിലേറ്റിയ ശ്രീകുട്ടൻ അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് എത്തുന്നത്. രാജാജി നഗറിലെ പരിമിതമായ സാഹചര്യങ്ങളിലും സ്പോർട്സിനോടുള്ള ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ആദ്യം എനിക്ക് ക്രിക്കറ്റായിരുന്നു ഇഷ്ടം. ക്രിക്കറ്റ് കളിച്ചാണ് വളർന്നത്. അപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമായി. പക്ഷേ അച്ഛന് നല്ല ഫുട്ബോൾ ക്രേസാണ്. അച്ഛൻ ഫുട്ബോളിൽ മാത്രമായിട്ടുള്ള ഒരു ക്രേസ്. ഫുട്ബോൾ കളിക്കണം, ഫുട്ബോൾ ഇതാക്കണം. പിന്നെ ഒരു ദിവസം അച്ഛനെ കൊണ്ട് ഫുട്ബോൾ കളിപ്പിച്ചു. പിന്നെ ഫുട്ബോൾ കളിച്ചപ്പോൾ എനിക്ക് അതിനോടൊരു ഇഷ്ടമായി. പിന്നെ രാവിലെ തൊട്ട് രാത്രി ആയാലും കളി നിർത്തില്ല, എല്ലായിടത്തും ഓടി നടന്ന് ഫുട്ബോൾ കളിക്കും. ഇവിടുത്തെ ചെറിയ ഗോൾ പോസ്റ്റുകളിലായിരുന്നു ഈ ഗോൾ വേട്ടക്കാരന്റെ ആദ്യ ലക്ഷ്യസ്ഥാനം. കളി കാര്യമായതോടെ പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗമായി വിദ്യാഭ്യാസവും ഫുട്ബോളും മുന്നോട്ട് കൊണ്ടുപോയി. 17-ാം വയസ്സിൽ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി. അണ്ടർ-23 ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ തിളങ്ങിയ ശ്രീകുട്ടനെ അനുമോദിക്കാൻ എത്തിയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോട് ഗ്രൗണ്ടുകളുടെ അപര്യാപ്തതയെ പറ്റി പറഞ്ഞു. ശ്രീകുട്ടന്റെ ആവശ്യങ്ങൾക്ക് മന്ത്രിയുടെ ഗ്രീൻ കാർഡ്. ഗ്രൗണ്ടിന്റെ കുറവ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അവസരം കൊടുത്താൽ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കിട്ടും. അതിനെപ്പറ്റി ഗൗരവമായിട്ട് ആലോചിക്കാം. ഭയങ്കരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മന്ത്രി നേരിട്ട് പറഞ്ഞാൽ അതൊരു സഹായമായിട്ട് ഇതാക്കുന്നു. 2021 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ B ടീമിൽ അംഗമായ ശ്രീകുട്ടൻ ഇപ്പോൾ പ്രധാന ടീമിന്റെ ഭാഗമാണ്. ഡ്യൂറൻ കപ്പിലും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും ടീമുകൾക്കായി ഗോൾ വല തീർത്ത ശ്രീകുട്ടന് ഇനിയുള്ള ആഗ്രഹം ഇന്ത്യൻ സീനിയർ ടീമിന്റെ ജേഴ്സി അണിയണമെന്നാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.